അവസാനം നമ്മൾ സംസാരിക്കുന്നത് ഇപ്പോൾ ഫലസ്തീൻ കോൺഫ്ലിക്റ്റ്, ഫലസ്തീനിൽ ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം, അതേ തുടർന്നുണ്ടാകുന്ന പലതരത്തിലുള്ള പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ചൈന, ഇപ്പോൾ ഫലസ്തീനിലെ 2 പ്രധാനപ്പെട്ട ഗ്രൂപ്പുകൾ, അപ്പോൾ അവിടെയുള്ള മറ്റു ചില ഗ്രൂപ്പുകൾ ഇവരെയൊക്കെ വിളിച്ചു വരുത്തി അവർക്കിടയിലുള്ള അനൈക്യം പരിഹരിക്കാനും ഒരു യൂണിറ്റി ഉണ്ടാക്കാനും ഒരു ഇടപെടൽ നടത്തുന്ന ശ്രദ്ധേയമായ കാഴ്ച നമ്മൾ കാണുന്നു. ഹമാസിൻ്റെയും ഫത്തഹിൻ്റെയും പ്രതിനിധികൾ വരുന്നു. വിയോജിപ്പിൻ്റെ പാതയിലുണ്ടായിരുന്ന അവരെ ഒരുമിപ്പിക്കുന്നു. യുദ്ധാനന്തരമുള്ള ഗസയുടെ ഫലസ്തീൻ്റെ വീണ്ടെടുപ്പ്, അവിടുത്തെ ഭരണപരമായ ഏകോപനം തുടങ്ങിയ വിഷയങ്ങൾ ഒരു കരാറുണ്ടാക്കിയ കരാറിൽ അവർ ഒപ്പുവയ്ക്കുന്നു. ഇതല്ലാതെ മറ്റ് ഗ്രൂപ്പുകളെയും അതിൽ ഉടമ്പടിയുടെ ഭാഗമാക്കി മാറ്റുകയും ചെയ്യുന്നു. അപ്പോൾ ഫത്തഹിൻ്റെയും ഒപ്പം ഹമാസിൻ്റെയും ഇടയിലുണ്ടായിട്ടുള്ള ഈ അകലം കുറയില അടുപ്പം ശ്രദ്ധേയമായ ഒരു ഡെവലപ്മെൻറ്റാണ്. രണ്ടാമത്തേത് മിഡിൽ ഈസ്റ്റ് പൊളിറ്റിക്സിനകത്ത് ചൈന വളരെ നോട്ടബിളായി ശ്രദ്ധിക്കേണ്ട ചില നീക്കങ്ങൾ, ഇടപെടലുകൾ നടത്തുന്നു എന്നതാണ്. ഇതിനു മുമ്പ് നമുക്കിപ്പോൾ സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള ബന്ധത്തിനകത്ത് അവർ നടത്തിയിട്ടുള്ള ഇടപെടൽ എന്താണ് എന്നറിയാം. അതിനുശേഷം വീണ്ടും ഈ വിഷയത്തിൽ കൂടി ചൈന അവരുടെ ഒരു സ്റ്റെപ്പ് ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണെന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇത് എന്തുമാത്രം ഡയമെൻഷൻസ് ഉള്ള സംഗതിയാണ് ദൗസ്? നമ്മൾ കാണേണ്ടത് ഈ ബെന്യാമിൻ നെതന്യാഹു ഇപ്പോൾ അമേരിക്കയിലാണുള്ളത്. ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം അദ്ദേഹം നടത്തുന്ന ആദ്യ വിദേശയാത്രയാണ്. അദ്ദേഹം തങ്ങിയ ഹോട്ടലിന് പുറത്ത് വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അമേരിക്കൻ സന്ദർശനത്തിൽ പല ലക്ഷ്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഡേ ആഫ്റ്റർ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഈ യുദ്ധം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഗസ എന്തു ചെയ്യും എന്നൊരു കാര്യമുണ്ടല്ലോ. അപ്പോൾ അതിൽ അവിടെ ഇസ്രായേലി ലീഡർഷിപ്പിന് ക്ലാരിറ്റി ഇല്ല. അതിൻ്റെ പേരിൽ ഇസ്രായേലി മിലിറ്ററി ലീഡർഷിപ്പും പൊളിറ്റിക്കൽ ലീഡർഷിപ്പും തമ്മിൽ നടക്കുന്ന അസ്വസ്ഥതകൾ വാർത്തകളായിട്ട് പുറത്തേക്ക് വന്നതാണ്. അപ്പോൾ അതിൽ ബെന്യാമിൻ നെതന്യാഹു എപ്പോഴും പറയുന്ന ഒരു പോയിൻ്റ് ഉണ്ട്. ഡേ ആഫ്റ്റർ പ്ലാനിൽ ഹമാസിന് ഒരു റോളും ഉണ്ടാവില്ല എന്നാണ് അദ്ദേഹം പറയാറുള്ളത്. പക്ഷെ അതേ സമയത്താണ് ഹമാസിൻ്റെ ഏറ്റവും സമുന്നതരായ നേതാക്കൾ ഇസ്മായിൽ ഹനിയ, അതിൻ്റെ വിദേശകാര്യ ചുമതലയുള്ള മൂസ അബു മർസൂഖ്, അതേപോലെ ഫത്തഹിൻ്റെ വൈസ് ചെയർമാൻ മഹ്മൂദ് അൽ അലൂൽ, ഇവരും വേറെയും ചെറിയ പാർട്ടികളുടെയൊക്കെ പ്രതിനിധികളെല്ലാം ബീജിങ്ങിൽ ചൈനയുടെ ഔദ്യോഗിക ക്ഷണം സ്വീകരിച്ച് അവിടെ ചെല്ലുകയാണ്. അവർ ഒരു സ്റ്റേറ്റ് വിസിറ്റ് എന്നുള്ള നിലയിൽ തന്നെയാണ് അവരെ സ്വീകരിക്കുന്നത്. ചൈനയുടെ വിദേശകാര്യമന്ത്രി തന്നെയാണ് വാങ് യി തന്നെയാണ് അവരോടൊപ്പം നിന്ന് മാധ്യമങ്ങൾ കാണുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, എന്നിട്ട് അവരെന്താണ് ചെയ്യുന്നത്, ബീജിംഗ് ഡിക്ലറേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഡിക്ലറേഷനിൽ ഒപ്പുവെക്കുന്നു. ആ ഡിക്ലറേഷൻ എന്താണ്, ഈ യുദ്ധത്തിന് ശേഷം ഒരു നാഷണൽ യൂണിറ്റി ഗവൺമെൻറ് രൂപീകരിക്കും. ഗസയുടെ പുനരുദ്ധാരണം ആ നാഷണൽ യൂണിറ്റി ഗവൺമെൻറ് കീഴിൽ നടപ്പിലാക്കും. അന്താരാഷ്ട്ര സഹായത്തോടു കൂടി അത് നടപ്പിലാക്കുമെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ ഡേ ആഫ്റ്റർ പ്ലാനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങൾക്കും ഒരു ഡേ ആഫ്റ്റർ പ്ലാൻ ഉണ്ട് എന്ന് ഫലസ്തീനികൾ പറയുകയാണ്. ഫലസ്തീനികൾ ഒറ്റയ്ക്കല്ല പറയുന്നത്. ചൈന എന്ന് പറയുന്നത് ലോകത്തെ പ്രധാനപ്പെട്ടൊരു ഫോഴ്സാണ്, UN സെക്യൂരിറ്റി കൗൺസിൽ അംഗമാണ്. അപ്പം അങ്ങനെ ഏകപക്ഷീയമായ ഒരു ഡേ ആഫ്റ്റർ പ്ലാനുമായി നിങ്ങൾക്ക് പോകാൻ പറ്റില്ല എന്നൊരു സന്ദേശം കൊടുക്കുകയാണ് ചൈന അതിലൂടെ ചെയ്യുന്നത്. ഇതിൻ്റെ തൊട്ട് 2-3 ദിവസം മുമ്പാണ് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് ഒരു പ്രസ്താവന നടത്തുന്നുണ്ട്. എന്താണ്, ഈ പവർ സെൻറ്റേഴ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്, അധികാര കേന്ദ്രങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്, ഗ്ലോബൽ സൗത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫോഴ്സായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ കോൺഫ്ലിക്റ്റ് സോണിലും ഇങ്ങനെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന കാലം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ കാണേണ്ട കാര്യം, ഹമാസ് എന്ന് പറയുന്ന യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ടെററിസ്റ്റ് ഓർഗനൈസേഷനായി ക്ലാസിഫൈ ചെയ്തുള്ള സംഘടനകളാണ്. പക്ഷേ ആ സംഘടനയുടെ ഏറ്റവും സമുന്നത നേതാക്കളെയാണ് രാജ്യത്തിൻ്റെ അതിഥികളായിട്ട് ചൈന സ്വീകരിക്കുന്നു. റഷ്യ പലതവണ, ഇപ്പം ഇസ്മായിൽ ഹനിയ ഹമാസിൻ്റെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ആദ്യം നടത്തുന്ന വിദേശയാത്രകളൊന്ന് മോസ്കോയിലേക്കാണ്. സെർജി ലാവ്റോവുമായിട്ട് അദ്ദേഹം പലതവണ ചർച്ച നടത്തുന്നുണ്ട്. ഈ ഒക്ടോബർ 7 ശേഷം തന്നെ ഹമാസ് ലീഡർഷിപ്പ് മോസ്കോയിൽ സന്ദർശനം നടത്തുന്നുണ്ട്. അവരുടെ ഖത്തറിലെ അംബാസഡർ ഹമാസ് ലീഡേഴ്സുമായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട്. ഇതിന് ചൈനീസ് അംബാസഡറും ഖത്തറിലെ ഹമാസ് ലീഡേഴ്സുമായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഹമാസിന് നിങ്ങൾക്ക് അങ്ങനെ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ കാണുന്നില്ലെന്ന് മാത്രമല്ല, പലസ്തീൻ ഇഷ്യൂവിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്ലെയറാണ്, ഒരു പൊളിറ്റിക്കൽ ഫോഴ്സാണ്, ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റാണ്. ആ നിലയ്ക്ക് ഞങ്ങൾ അവരെ ട്രീറ്റ് ചെയ്യുന്നു എന്നൊരു സന്ദേശം കൂടെ ഇവർ കൊടുക്കുകയാണ്. ഹമാസ് വളരെ നേരത്തെ തന്നെ ഈ പറയുന്ന വിദേശകാര്യ ബന്ധം അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് നമ്മൾ വളരെ ഗൗരവത്തിലെടുക്കുന്ന സംഘടനയാണ്. ഇപ്പം മോസ്കോവിലാണെങ്കിലും ബീജിങ്ങിലാണെങ്കിലും സൗത്ത് ആഫ്രിക്കയിലാണെങ്കിലും ഈവൻ വെനസ്വേല, ക്യൂബ, ഇവരുമായിട്ടൊക്കെ അവർക്ക് പല നിലക്കുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പും പല സ്ഥലങ്ങളും അവരുടെ ഓഫീസുകളും ഉണ്ട്. അപ്പോൾ അത് ഞാൻ കാണുന്നൊരു കാര്യം ഇതാണ്. പിന്നെ പലസ്തീൻ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ
ഞങ്ങൾ കുറച്ചും കൂടെ അന്താരാഷ്ട്ര തലത്തിൽ അവരുടെ ഒരു ഡിപ്ലോമാറ്റിക് ഔട്ട്റീച്ച് വർദ്ധിപ്പിക്കുന്നതിൽ അവരൊരു സ്റ്റെപ്പ് മുന്നോട്ട് പോകുന്നു. മാത്രമല്ല ഫലസ്തീനകത്തുള്ള പ്രശ്നം, ഇപ്പോൾ ഫലസ്തീൻ പൊളിറ്റിക്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഫോഴ്സാണ് ഫത്തഹും ഹമാസും. അവർ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് 2006 ആ പ്രശ്നങ്ങൾ രൂക്ഷമാവുന്നത് കാരണം 2006 തെരഞ്ഞെടുപ്പിൽ ഹമാസ് വലിയ മുന്നേറ്റം ഉണ്ടാകുന്നു. 70% വോട്ട് നേടി അവർ ഏറ്റവും ഒറ്റ കക്ഷിയാവുന്നു, ഏറ്റവും വലിയ ഒറ്റ കക്ഷി എന്നുള്ളതല്ല, ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടുന്നു. പക്ഷേ ആ സമയത്ത് സ്വന്തം നിലക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടിയപ്പോഴും ഹമാസ് മുന്നോട്ട് വെച്ച പ്രപ്പോസൽ നമുക്കൊരു നാഷണൽ യൂണിറ്റി ഗവൺമെൻറ് ഉണ്ടാക്കാമെന്നായിരുന്നു. പക്ഷേ ഫത്തഹ് അതിൻ്റെ ഭാഗമായില്ല. അവരൊറ്റയ്ക്ക് സർക്കാർ രൂപീകരിക്കുന്നു. അവർ സർക്കാർ രൂപീകരിച്ചതിന് ശേഷമാണ് ഇസ്രായേലും അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഉപരോധം പ്രഖ്യാപിക്കുന്നത്. അതാണ് ഈ പ്രശ്നങ്ങളുടെയൊക്കെ തുടക്കം എന്ന് പറയുന്നത്. 2007 മുതൽ ഉപരോധത്തിലാണ്. അതിനുശേഷം ഒരുപാട് സംഘർഷങ്ങൾ ഫത്തഹിനും ഹമാസിനും ഇടയിലുണ്ട്. അപ്പോൾ ആ സംഘർഷങ്ങൾ നമ്മൾ മറക്കുന്നു. നമ്മളൊരു യൂണിറ്റി ഗവൺമെൻറ് രൂപീകരിക്കുന്നു എന്ന് പറയുമ്പം എഗൻ അത് ഫലസ്തീനിലെ ഒരു ആഭ്യന്തര രാഷ്ട്രീയത്തിന് ഗുണം ചെയ്യുന്ന കാര്യമാണ്. ഇതിൻ്റെ മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ഇതാണ്, നിഷാദ് സൂചിപ്പിച്ച ചൈനയുടെ ഈ ഡിപ്ലോമാറ്റിക് മാനേവേഴ്സ് എന്ന് പറയുന്നത്. ചൈന എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൈനയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എഫേർട്ടിൽ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടോ? പ്രത്യേകിച്ച് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല. ഈ മീറ്റിംഗ് നടത്താനുള്ള ചിലവെന്നുള്ളതല്ലാതെ വേറെ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. പക്ഷേ അവർ ഇന്നത്തെ ലോകരാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺഫ്ലിക്റ്റ് തിയേറ്ററിൽ അവർ കയറി നിൽക്കുകയാണ്. ഞങ്ങളുമുണ്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ പലപ്പോഴും പറഞ്ഞാണ്, ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സ്ട്രെങ്ത് നിശ്ചയിക്കുന്ന ഘടകങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടാണ് അതിൻ്റെ ഡിപ്ലോമാറ്റിക് സോഫ്റ്റ്വെയർ എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അപ്പോൾ അതിൽ നേരത്തെ ഇതേമാതിരി ദീർഘകാലമായിട്ടുണ്ടായിരുന്ന ഒരു കോൺഫ്ലിക്റ്റാണ് ഇറാനും സൗദിയും തമ്മിലുള്ള പ്രശ്നം. അതിലവർ കയറി വരുന്നു. യൂറോപ്യൻ യൂണിയൻ ഇല്ല, അമേരിക്ക ഇല്ല. സൗദിയെ സംബന്ധിച്ചിടത്തോളം സൗദിയുടെ എല്ലാ കാര്യങ്ങളും സൗദിയുടെ അടുക്കളയിൽ കയറി കളിക്കുന്ന രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത്. പക്ഷേ അമേരിക്കയെ മാറ്റി നിർത്തി, യൂറോപ്യൻ യൂണിയനെ മാറ്റി നിർത്തി ചൈന വരുന്നു. ഇറാനും സൗദിയും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നു. എത്ര ദീർഘകാലത്തെ ശാസ്ത്രമാണെന്ന് ആലോചിച്ച് നോക്കൂ. അത് പരിഹരിക്കാൻ അവരുടെ ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് പഴയ മാതിരി ആക്കുന്നതിൽ ചൈനയുടെ മധ്യസ്ഥതയിൽ ഒരു ശ്രമം നടക്കുകയും അത് വിജയിക്കുകയും ചെയ്യുന്നു പറഞ്ഞാൽ അത് നിസ്സാര കാര്യമല്ല. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഒരു ലീപ്പ് ഫോർവേഡ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ചൈനയുടെ വിദേശ ഇടപെടലുകളെക്കുറിച്ച് പൊതുവേ ഉണ്ടാകുന്നൊരു വിമർശനം, പ്രത്യേകിച്ച് പടിഞ്ഞാറൻ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്നൊരു വിമർശനം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഡെപ്റ്റ് ട്രാപ്പ്, ലോൺ ട്രാപ്പ് എന്നൊക്കെയാണ് പറയുക. എല്ലാവർക്കും പൈസ കൊടുത്ത് അവർ ട്രാപ്പ് പെടുത്തുക. അത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പല രാജ്യം, ഇപ്പോൾ മാൽഡീവ്സിൽ സാമ്പത്തികമായി പ്രയാസപ്പെടുന്നിടത്തൊക്കെ പോയിട്ട് പണം കൊടുത്ത് ട്രാപ്പ് പെടുത്തുക. അപ്പോൾ അങ്ങനെയുള്ള ലോൺ ട്രാപ്പ് അല്ല, ഡെപ്റ്റ് ട്രാപ്പ് അല്ല, ഞങ്ങളൊരു സീരിയസ് പൊളിറ്റിക്കൽ പാർട്ട്ണറാണ്. ലോകത്തെ കോൺഫ്ലിക്റ്റ് ഏരിയകളിൽ ഞങ്ങളൊരു സീരിയസ് പൊളിറ്റിക്കൽ പാർട്ട്ണറാണ് എന്നൊരു സന്ദേശം കൊടുക്കാനും ആ നിൽക്കുന്ന ഒരു സ്റ്റെപ്പ് കയറി നിൽക്കാൻ ചൈനയ്ക്ക് സാധിക്കുകയാണ്. അപ്പോൾ അത് വിജയിക്കുകയാണെങ്കിൽ ആർക്കാണ് അതിൻ്റെ ക്രെഡിറ്റ് പോകുന്നത്? ചൈനക്കാണ് പോകുന്നത്. ഇത് ഈ പറയുന്ന ബീജിംഗ് ഡിക്ലറേഷൻ പരാജയപ്പെടുകയാണെന്ന് വിചാരിക്കുക. ചൈനയ്ക്ക് വലിയ നഷ്ടമുണ്ടോ? ഒരു നഷ്ടമില്ല. അപ്പോൾ ഇതാണ് ഡിപ്ലോമസി എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഇപ്പോൾ ഹമാസ് അത് അമേരിക്ക മറ്റുള്ളവരൊക്കെ ഭീകര സംഘടനയെ മാറ്റി നിർത്തുന്നതാണ്, അതുകൊണ്ട് ഞങ്ങളതിൽ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയല്ല അവർ ചെയ്യുന്നത്. നോക്കണം, നമ്മുടെ രാജ്യം ഇപ്പോൾ ഹമാസിൻ്റെ ഒരു നേതാവ് ഓൺലൈനിൽ പ്രസംഗിച്ചതിൽ വലിയ ബഹളം ഉണ്ടായ രാജ്യമാണ് നമ്മുടേത്. പക്ഷേ ഡിപ്ലോമസിയെക്കുറിച്ച് ലോകരാഷ്ട്രീയത്തിൽ എങ്ങനെ ഇടപെടണമെന്നതിനെക്കുറിച്ച് ABC അറിയാത്തതുകൊണ്ടാണ് ഈ ബഹളം ഉണ്ടാകുന്നത്. ഈ ബഹളം ഉണ്ടാക്കുന്ന ആരാണെന്നറിയോ? ഇവിടുത്തെ ഭരണകക്ഷിയാണ്. അപ്പോൾ എത്ര അറിവില്ലായ്മയാണ് ലോകരാഷ്ട്രീയത്തിൽ എങ്ങനെ എൻഗേജ് ചെയ്യണമെന്നതിനെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഒരു കൂട്ടരെ ഭീകരവാദികളാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നു, അല്ലെങ്കിൽ നിങ്ങളൊരു കൂട്ടരെ ക്ലാസിഫൈ ചെയ്യുന്നു, അതുകൊണ്ട് ഞങ്ങളും അതേ വഴി തിരഞ്ഞെടുക്കും എന്ന് കാണരുത്. ഞങ്ങളുടേതായ ഒരു പൊളിറ്റിക്കൽ ലൈൻ, ഒരു ഡിപ്ലോമാറ്റിക് ലൈൻ ഉണ്ട് എന്ന് പറയുവാനും അത് അസേർട്ട് ചെയ്യുവാനും ചൈനയും റഷ്യയൊക്കെ കൂടുതൽ ശക്തമായി മുന്നോട്ട് വരുന്നുള്ളതാണ്. പക്ഷെ ഇതിൻ്റെയൊക്കെ ഒരു വശത്ത് ഈ പൊളിറ്റിക്കൽ ഡിപ്ലോമാറ്റിക് ലെവലിൽ നടക്കുമ്പോൾ നമ്മൾ കാണേണ്ട കാര്യം ഗസയിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് അതേപടി അല്ലെങ്കിൽ അതേക്കാൾ തീവ്രമായ രീതിയിൽ തുടരുന്നു എന്ന സങ്കടകരമായ കാര്യം അവിടെ ബാക്കി നിൽക്കുകയാണ്. ഞാനിതിനെ വളരെ പോസിറ്റീവായിട്ട് കാണുന്ന മറ്റൊരു കാരണം കൊണ്ടാണ്. അപ്പോൾ ഈ എഗ്രിമെൻ്റ് ഉണ്ടാകുന്നപ്പോഴാണ് ജോ ബൈഡൻ US ഇലക്ഷനിൽ നിന്ന് പിന്മാറുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോഴത്തെ നിലവിലൊരു മൂഡ് ഓഫ് ദ അമേരിക്കൻ നേഷൻ ട്രംപ് ജയിക്കാനാണ് സാധ്യത. അപ്പോൾ ട്രംപ് വീണ്ടും അധികാരത്തിലേക്ക് വന്നേക്കാം. കാരണം കമലാ ഹാരിസിനെ സംബന്ധിച്ച് ജോ ബൈഡൻ്റെ അത്ര പോലും റേറ്റിംഗ് ഇല്ലാത്തൊരു നേതാവാണ് അവർ. മറ്റൊന്ന്, അമേരിക്കയുടെ ചരിത്രപരമായ ഒരു രീതി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ത്രീയെ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അമേരിക്കൻ ജനത തിരഞ്ഞെടുക്കാനുള്ള സാധ്യതയും കുറവാണ്. അപ്പോൾ ഈ ട്രംപ് വീണ്ടും വന്നേക്കാം എന്നൊരു മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ പിറ്റേ ദിവസമാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനൊരു ഡിക്ലറേഷൻ വരുന്നത്. അപ്പോൾ ഈ ട്രംപ് അധികാരത്തിൽ വന്നാൽ എന്ത് സംഭവിക്കും?
ഈ ഇസ്രായേൽ ഫലസ്തീൻ കോൺഫ്ലിക്റ്റിൽ ട്രംപ് എങ്ങനെ ഇടപെടും എന്നുള്ളത് ആർക്കും ഊഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. കാരണം അദ്ദേഹം ചെയ്യുന്ന ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. വേണി ജെറുസലേമിലേക്ക് തലസ്ഥാനം മാറ്റാൻ പറയും ഇസ്രായേലിനോട്. അങ്ങനെ അദ്ദേഹം എന്തും ചെയ്യും. അദ്ദേഹത്തിൻ്റെ ഫോറിൻ പോളിസിയെക്കുറിച്ച് മാഡ്മാൻ തിയറി എന്നാണ് നയതന്ത്ര വിദഗ്ധർ വിശേഷിപ്പിക്കുക. എന്തും ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ചിലപ്പോൾ ഈ സംഘർഷം അങ്ങ് നിർത്താനും മതി, ഇനി മതി യുദ്ധം ചെയ്തെന്ന് ട്രംപ് അങ്ങ് പറയാനും മതി. അദ്ദേഹം അങ്ങനെ ചെയ്യും. ഇനി മതി യുദ്ധം ചെയ്തെന്ന് ട്രംപ് പറയും. അങ്ങനെ യുദ്ധം നിൽക്കും. അങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലാണ് ഈ ഒരു എഗ്രിമെൻറ്റ് വളരെ പ്രസക്തമാവുന്നത്. ഈ എഗ്രിമെൻറ്റ് പ്രസക്തമായി കഴിഞ്ഞാൽ ഇപ്പോൾ ഗസയിൽ മാത്രം ഉണ്ടായിരുന്ന ഹമാസിൻ്റെ ഓപ്പറേഷൻ വെസ്റ്റ് ബാങ്കിലേക്ക് കൂടി നീളും എന്നുള്ളതാണ് എൻ്റെ മറ്റൊരു ഫലസ്തീനെ സംബന്ധിച്ച് അതിൻ്റെ ഒരു ആഭ്യന്തരമായ മാറ്റം. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ ഇപ്പോൾ വെസ്റ്റ് ബാങ്കിൻ്റെ ഭരണം ഫത്താഹിൻ്റെ കീഴിലാണ് എങ്കിൽ പോലും ഒരു ലിമിറ്റഡ് ഗവേണൻസ് അവർക്ക് സാധിക്കും. ബാക്കി മുഴുവൻ ഇസ്രായേലാണ് ചെയ്യുന്നത്. ഇപ്പം ഷെറീന അബു ആഖിൽ എന്ന് പറയുന്ന അൽ ജസീറയുടെ ഒരു റിപ്പോർട്ടുണ്ട്. അവർ അമേരിക്കൻ പൗരത്വമുള്ള ഒരാളായിരുന്നു. അവർ ഇസ്രായേലിൻ്റെ പട്ടാളം വെടിവെച്ച് കൊന്നു. പട്ടാളം വെടിവെച്ച് കൊല്ലുക മാത്രമല്ല, അവരുടെ ശവഘോഷയാത്രയെ ആക്രമിച്ച് അവരുടെ കോഫീൻ താഴേക്ക് വീഴുന്ന ദൃശ്യം ഇപ്പോഴും വൈറലാണ്. അതായത് അവരുടെ ശവം അടക്കാൻ പോലും സമ്മതിക്കാത്തത്ര വൈരാഗ്യം അവരോട് ഉണ്ടായിരുന്നു. ഇങ്ങനൊരു യൂണിറ്റി സർക്കാർ വന്നു എന്ന് കരുതുക. വെസ്റ്റ് ബാങ്കിൽ നാം ഇപ്പോൾ കണ്ടുപിടി, ഇപ്പോൾ ഗസയിൽ കാണുന്ന അത്ര ക്രൂരത വെസ്റ്റ് ബാങ്കിലില്ല. വെസ്റ്റ് ബാങ്കിൽ ആളുകൾ വെടിവെച്ച് കൊല്ലുന്നു, കെട്ടിടങ്ങൾ തകർക്കുന്നു, വെസ്റ്റ് ബാങ്കിൽ കൂടുതൽ സെറ്റിൽമെൻറ്റുകൾ ഉണ്ടാക്കുന്നു. ഇതാണ് നമ്മൾ വെസ്റ്റ് ബാങ്കിൽ കാണുന്നത്. ഗസയിലെ പോലെ ബോംബ് ചെയ്തല്ല അവിടെ ചെയ്യുന്നത്. ഇസ്രായേലി ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രൂരത അങ്ങനെ ഒരു യൂണിറ്റ് ഗവൺമെൻറ് ഉണ്ടായാൽ സാധിക്കുമോ? ദൗസാഹിബ് എന്ന് പറയുന്നു, സാധിക്കില്ല. കാരണം ഹമാസിൻ്റെ ഓപ്പറേഷൻ അവിടെ ഉണ്ടെങ്കിൽ അവർ കുറേ കൂടി അവിടെ ആക്റ്റീവായിരിക്കുകയും അതിനെ ചെറുത്ത് നിൽക്കുകയും ചെയ്യും. ഫത്ത അങ്ങനെ ഒരു ചെറുത്ത് നിൽപ്പ് പ്രസ്ഥാനമല്ല ഈ അർത്ഥത്തിൽ. ആ അർത്ഥത്തിൽ ചെറുത്ത് നിൽക്കും. അപ്പോൾ ഇത് വലിയ തോതിലുള്ളൊരു മാറ്റം. അതായത് ഫത്തവും ഹമാസും ഒരുമിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഫലസ്തീനെ സംബന്ധിച്ച് വലിയ തോതിലുള്ള മാറ്റം ഉണ്ടാവും. ആ മാറ്റം കൂടുതൽ എന്താണ് പറയുക, യുദ്ധം അവസാനിച്ചതിന് ശേഷം മാത്രമല്ല, പിന്നീടും അവർ തമ്മിൽ പിന്നെ തെറ്റിയില്ലെങ്കിൽ പിന്നീട് ഫലസ്തീൻ എന്ന സ്വന്തം രാഷ്ട്ര പ്രഖ്യാപനത്തിൽ ദൂരവ്യാപകമായ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു നിർണായകമായ തീരുമാനമാണ് ചൈനയിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. യെസ്, അതിന് പലതരത്തിലുള്ള ഡയമെൻഷൻസ് അതിനുണ്ട് എന്ന് കാണാം. നമുക്ക് നാളെ ഇരിക്കാം.